പാകിസ്ഥാനിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്, പാകിസ്ഥാനെ ആരാണ് ബാക്ക് ചെയ്യുന്നത് പറയുന്നത് ഒരു ഡ്രാഗൺ. അതായത് പാകിസ്ഥാനെ ചൈനീസ് വ്യാളിയാണ് ബാക്ക് ചെയ്യുന്നത്. ആ ചൈനീസ് വ്യാളിയുടെ ഒരു ബലത്തിലാണ് പാകിസ്ഥാൻ കളിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ചൈനയുടെ ഒരു കൂലിത്തല്ല് സംഘമാണ് ഇന്ത്യക്കെതിരെയുള്ള എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്ക അർത്ഥം എന്ന് പറയുന്നത്. ചൈന പാകിസ്ഥാനിൽ ടെററിസം വളർത്തുന്നു, ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാൻ എന്നുള്ളതാണ്. പാകിസ്ഥാനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതും ചൈനയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സകല പിന്തുണയും ഞങ്ങൾ തരുമെന്നാണ്. പോരാത്തതിന് ഈ പിന്തുണ തരിക മാത്രമല്ല, നിങ്ങളുടെ അഖണ്ഡതയും നിങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കാനായി ഞങ്ങൾ ഇടപെടുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് റഷ്യ ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയതോടുകൂടി അറിയാം, റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാർത്ഥമായിട്ടുള്ള ഉറ്റ സുഹൃത്താണ്. ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയതോടുകൂടി ചൈന പത്തി മടക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പോൾ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു സെറ്റ് ബാക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിപ്ലോമാറ്റ്സ്, അതായത് US, UK, ഓസ്ട്രേലിയ, എന്തിനു പറയുന്നു, ചൈനയിലെ അടക്കമുള്ള ഡിപ്ലോമാറ്റ്സിന്റെ കുടുംബങ്ങൾ, പാകിസ്ഥാനിലുള്ള കുടുംബങ്ങളെ അവർ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. എത്രയും വേഗം നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് കയറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് തിരിച്ചെത്തൂ എന്നാണ് ഇപ്പോൾ കൃത്യമായി പറയുന്നത്. നിങ്ങളുടെ ഹോം ടൗണിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ എന്നാണ് ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്. ഡിപ്ലോമാറ്റ്സ് ഫ്രം ദ US, UK, ഓസ്ട്രേലിയ ആൻഡ് ചൈന ഹാവ് സെന്റ് their families home from Pakistan due to rising tensions with India എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പാകിസ്ഥാൻ ഒരു ഹ്യൂജ് സെറ്റ് ബാക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പാകിസ്ഥാൻ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, അതായത് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രധാനമായും പാകിസ്ഥാന്റെ ഉറ്റ തോളിൽ നിന്ന് വിളിക്കുന്ന ചൈനയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. India now considers closing its airspace to Pakistan's international airlines എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതായത് പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പറക്കാനുള്ള അനുമതി പാകിസ്ഥാൻ നിഷേധിച്ചപ്പോൾ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന് സമ്പൂർണ്ണമായിട്ടുള്ള നിരോധനം എല്ലാ മേഖലയിലും ഏർപ്പെടുത്താനുള്ള, അത് വ്യോമമേഖലയിലായിക്കോട്ടെ കപ്പലുകൾക്കായിക്കോട്ടെ എല്ലാം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നയതന്ത്ര തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലഭിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, അതായത് പ്രത്യേകിച്ച് ചൈന പോലും അവരുടെ ഡിപ്ലോമാറ്റ്സിനെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നേരത്തെ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ കരസേനാ മേധാവി, അതായത് പട്ടാള മേധാവി, വലിയ നെഞ്ചും പിരിച്ച് ഇന്ത്യക്ക് മുമ്പിൽ നിന്ന പട്ടാള മേധാവി ഒരു തിരിച്ചടി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അയാളെ ഇപ്പോൾ വാർത്തയിൽ ഒന്നും കാണാനില്ല, അയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഷഹബാസ് ഷെരീഫ് ആണെങ്കിൽ ആശുപത്രിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ആശുപത്രി വാസമാണ്, രഹസ്യ സ്വഭാവമുള്ള ആശുപത്രി വാസമാണെന്നാണ് പറയുന്നത്. എന്താണ് ഇതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു റിപ്പോർട്ട് കിട്ടാതെ ഒരു മാധ്യമങ്ങൾ പോലും ഇത് റിപ്പോർട്ട് പോലും ചെയ്യരുത്, ഈ രഹസ്യ ആശുപത്രി വാസം എന്നുള്ള വാർത്താക്കുറിപ്പും ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചൈന ഡിപ്ലോമാറ്റ്സിനെ കൂടെ തിരിച്ചു വിളിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത്, അവരുടെ ഫാമിലീസിനെ തിരിച്ചു വിളിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ഇതിന് പിന്നാലെ അസീം മുനീർ ആദ്യം തന്നെ ന്യൂജേഴ്സിയിലേക്ക് അയാളുടെ ഫാമിലിയെ കയറ്റി അയച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പുറത്തു വന്നു. ജീവനിൽ കൊതിയുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഓസ്ട്രേലിയ, UK, US എന്നിങ്ങനെയുള്ള രാജ്യങ്ങളും കൂട്ടത്തിൽ ചൈനയും, ആ ഗ്യാപ്പിൽ തന്നെ ചൈന ഗോൾഡിച്ചു. കൂട്ടത്തിൽ ചൈനയും അവരുടെ ഡിപ്ലോമാറ്റ്സിനെ ഇപ്പോൾ അവരുടെ ഹോം ടൗണിലേക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് തിരിച്ചു വരാനായി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.